ഓഫ് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ലാലേട്ടൻ്റെ എപ്പിസോഡ് പക്ക പൊളി എപ്പിസോഡ് എന്നുള്ള രീതിയിൽ പറയാം. ഹെവി ആയിരുന്നു, നൈസ് ആയിരുന്നു. ആള് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ വ്യൂവേഴ്സ് എക്സ്പെക്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ പാർട്ടിസിപ്പൻസുമായിട്ട്. അടിപൊളി എപ്പിസോഡായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ്. അപ്പം അതിൽ മെയിനായിട്ട് ലാലേട്ടൻ ചൂട്ടി കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗിസേൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളും ഗിസേൽ അതിനെ ഹൈഡ് ചെയ്ത് മീൻസ് എനിക്കൊന്ന് മൾട്ടിപ്പിൾ ടൈം ബിഗ് ബോസ് വാൺ ചെയ്തു. ഈ ഒരു ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ പണിയാണ്. സോ 7ൻ്റെ പണി കിട്ടും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യം അത് കണ്ടപ്പോൾ വിചാരിച്ചു ഗിസേലിനെ പറഞ്ഞുവിടാൻ പോകുന്നുള്ളത്. ഗിസേൽ എന്തോ ഒരു മേക്കപ്പിൻ്റെ കിറ്റ് എന്തോ സാധനം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി അത് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പൊക്കി അത് മൊത്തത്തോടെ മുംബൈയിലേക്ക് പറഞ്ഞു അയച്ചിട്ടുണ്ട്. ആളുടെ ഷൂട്ട് കേസ് കംപ്ലീറ്റ് എടുത്തിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ആ എപ്പിസോഡിൽ കണ്ടത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഓമനപ്പേരിൻ്റെ കാര്യം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ എല്ലാവരുടെയും ഓമനപ്പേരിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓരോ ഇപ്പം ലിസ്ബിയൻ കപ്പിൾസ് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ഓമനപ്പേരാണ് കിട്ടിയെന്നുള്ളത്. അവർക്ക് എന്ത് പൂമ്പാറ്റി സംതിങ് ലൈക്ക് ദാറ്റ് കിട്ടി. അപ്പം അങ്ങനെ കുറച്ച് പേരോട് ചോദിച്ചു. പിന്നെ അവിടെ ഹൈലൈറ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ രേണുസുതി അക്ബറിനോട് ചോദിച്ചു, ഇതൊരു കറക്റ്റാണോ എന്നുള്ളത് ചോദിച്ചു. അക്ബറിന് അതിന് സോറി പറഞ്ഞു എന്നുള്ളതും അക്ബറിന് അതിൻ്റെ തെറ്റ് മനസ്സിലായെന്നുള്ള രീതിയിലും പറഞ്ഞു. രേണുസുതിയോട് ചോദിച്ചു. രേണുസുതി പറഞ്ഞു മൊത്തത്തിൽ പുള്ളിക്കാരത്തി നാണക്കെട്ട് പോയി എന്നുള്ളത്. ഇഷ്ടം പുള്ളിക്കാരത്തിയുടെ ഒരു അവസ്ഥ വളരെ ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. സോ എനിവേ ലാലേട്ടൻ ഒരു പണി എന്നുള്ള രീതിയിൽ അക്ബറിന് കൊടുത്തേക്കുന്നത് ഒരാഴ്ച സമയമാണ്. ഒരാഴ്ച സമയത്തിനുള്ളിൽ രേണുസുതി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ കൊണ്ടിട്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വീണ്ടും പണികൾ കിട്ടുമെന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത്. അതാണ് നമുക്കൊരു ആശ്വാസം. അതുപോലെ വേറെ ഈ നമ്മുടെ അനീഷിനെ ലെസ്ബിയൻ കപ്പിൾസ് ആദില നൂറ വിളിച്ചൊരു പേരുണ്ട്, അപ്പി എന്ന പേര്. സെപ്റ്റിക് ടാങ്കിൻ്റെ ഏകദേശം സിമിലർ പേരാണ്. അപ്പോൾ അത് അവർ ഓൾവേസ് രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ അവർക്കുള്ള വിഷമങ്ങളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ഈ പേര് വിളിച്ചു അനീഷിനെ എന്നുള്ളത് ക്വസ്റ്റ്യൻ പറയുന്നത് അയാളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരുന്നു, രേണുസുതിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതൊക്കെയാണ് ആൻസർ. അപ്പം ഇപ്പോഴും അതിൽ മാറ്റമില്ലേ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. മാറ്റമില്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞു മാറ്റമുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അനീഷിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് ഇങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആൾ ഹാപ്പിയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത അഭിലാഷ് പുള്ളി പറയുന്നുണ്ട്, കലവയ്യാത്ത ആൾ പറയുന്നത് വെച്ചാൽ ഇയാൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെ എല്ലാവരും ഹാപ്പിയാണെന്നുള്ളതെന്ന്. മോഹൻലാൽ ചോദിച്ചു പിന്നെ എന്താ പ്രശ്നം, പുള്ളിക്കാരൻ ഹാപ്പിയാണെന്നുള്ളത് പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ്സാണ്. അപ്പം എല്ലാവരെയും വിഷമിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ വിഷമിപ്പിച്ചിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ വിഷമിച്ചില്ലെന്ന് വെച്ചാൽ രേണുസുതിയുടെ തന്നെ ഒരു കാര്യമാണ്, തലവേദന ഒരു ഡ്രാമയാണെന്നുള്ളത് ചിത്രീകരിച്ച് അതൊരു വിഷമമല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ വായ അടച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അപ്പാനി ശരത്തിനെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദേഷ്യം പരിപാടികളൊക്കെ ഒന്ന് നിർത്തുക, ചെറിയ കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അനീഷിനോട് തന്നെ പറഞ്ഞ നീ അതാണ് ഇതാണ് മറ്റേതാണ്. അപ്പാനി ശരത്തിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ മോഹൻലാൽ സാർ പ്രോപ്പറായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ് മൂവ്. പിന്നെ മുൻഷി രഞ്ജിത്ത് സാറ് അവരുടെ അടുത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കോമൺ ആണ്. അനുമോളുടെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയണമെന്ന് വെച്ചാൽ അനുമോൾ ശരിക്കും ഈ രേണുസുതിയുടെ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ രേണുസുതിയുടെ വിഷമം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സ്ത്രീ കാർഡോ വിധവ കാർഡോ ഒന്നും കളിക്കരുതെന്ന് അനുമോൾ പറഞ്ഞിരുന്നു. ഇത് മോഹൻലാൽ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ, സോ സപ്പോർട്ടല്ലല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഓരോരുത്തരുടെയും ചീട്ട് കീറുന്ന രീതിയിലുള്ള ആക്ഷൻസാണ് നടന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നിവിൻ്റെ ഓവർ ആക്ഷൻസിനും കാര്യത്തിനുമൊക്കെ ഒരു റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. നിവിനോട് എന്താ ഈ പറയുന്ന പണിപ്പുരയിലേക്ക് പോകാനായിട്ട് ഓക്കെ ആണോ അല്ലയോ എന്നുള്ള ഓക്കെ അല്ല എന്ന് പറയുന്നവർക്കൊരു
ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ അല്ല, ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ അല്ല എന്ന് പറഞ്ഞു ഇനി മുതലുള്ള ഒരു സെഷനിലും ഈ പുള്ളിക്കാരന് എലിജിബിലിറ്റി ഇല്ല പണിപ്പുരയിലേക്ക് പോകാനെന്നൊക്കെ പറഞ്ഞു. അതോടെ ആൾക്ക് സമാധാനമായും. പിന്നെ ആൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ടൊരു സാധനം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഷൂവിൻ്റെ കാര്യം പറഞ്ഞു. ഹീലുള്ള ഷൂ ആള് കളിയാക്കുന്ന രീതിയിൽ ഒരെണ്ണം കൊടുത്തു, പെയർ കൊടുക്കാതെ. ഇങ്ങനെ കുറച്ച് ഇതായിരുന്നു. തമാശ എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ അതിലൊക്കെ ഒരു അർത്ഥമുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നു. പിന്നെ പണിപ്പുരയിലേക്ക് പോകാൻ തയ്യാറല്ലാത്തവരും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കണ്ട എപ്പിസോഡ്സുകളിൽ നടന്ന ഇതിനെ ബേസ് ചെയ്തിട്ട് ലാലേട്ടൻ ചോദിച്ചതിനെ ആസ്പദമാക്കിയിട്ട് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു വെച്ചാൽ ഇവരൊന്നും ഗെയിമിൽ ഇൻവോൾവ് അല്ല. ഗെയിമിൽ ഇൻവോൾവ് ആയില്ലേ, ഗെയിമിൽ സ്പിരിറ്റോടെ കാണുന്നില്ല. എന്തെങ്കിലും കൊടുത്താൽ കൊടുത്തതിൽ 100% നിൽക്കാനായിട്ടുള്ളൊരു പവർ അവർക്കില്ല. അവർ ജസ്റ്റ് ഒഴിഞ്ഞു മാറുക, സേഫായിട്ട് മാറുക എന്നുള്ളത്. അതാണ് ലാലേട്ടൻ സൂചിപ്പിച്ചത്. അതുപോലെ മേജറായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പുകഞ്ഞ പുള്ളി പുറത്തു എന്ന് പറയുന്നൊരു സംഭവം കൊടുത്തത്. പുകഞ്ഞ പുള്ളി പുറത്തു പോകുമ്പോഴത്തേക്ക് ഒരാളെ പുറത്താക്കാനായിട്ടുള്ള ഒരു അവസരം കണ്ടസ്റ്റൻസിന് കൊടുത്തപ്പോൾ അത് അവർ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളതാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത്. അങ്ങനെ ലാലേട്ടൻ റെലവൻ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻ ആൻഡ് റൈറ്റ് വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വെരി സ്മൂത്തായിട്ട് അതിനെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഒരു കാര്യം കൂടെ, രേണുസുതി ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടൊരു വീഡിയോ പുറത്ത് വൈറലാണ്. എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ എലിമിനേറ്റ് ആയി ഫസ്റ്റ് വീക്കിൽ ഞാൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ അതൊരു തമാശ രീതിയിൽ ലാലേട്ടൻ അതിനെക്കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സിനെ അതിനകത്ത് കയറ്റി അവർ ബെഡും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തോ ഇൻഡിവിജ്വലി ഓരോരുത്തരെ വന്ന് സെർച്ച് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴേ തന്നെ രേണുസുതിയുടെ മനസ്സിലായി കാര്യം ഇതാണെന്നുള്ളത്. പുള്ളിക്കാരത്തിയുടെ ഫേസിൽ നമുക്ക് മനസ്സിലായി. അങ്ങനെ പുള്ളിക്കാരത്തിയുടെ ആ വീഡിയോ അവിടെ കണ്ടസ്റ്റൻസിനും കൂടെ കാണിച്ചു കൊടുത്തു, നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു മൂവാണ്. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളും അവിടെ നിന്ന് ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കാര്യം പുറത്തറിയിക്കാനായിട്ടുള്ള ഇടം വരുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് കിട്ടി. അപ്പം അത് രേണുസുതി പിന്നെ മോഹൻലാൽ പോയതിനു ശേഷം അവിടെ ക്യാമറയിൽ പറയുന്നുണ്ട്, സോറി ഇത് കസിൻ എന്തോ ചെയ്യുന്നതാണ്, അപ്പം ആളോട് അങ്ങനെ ചെയ്യില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം. അത് അങ്ങനെ ഷാനവാസ് ഇക്കായുടെ അസുഖം പരിപാടി, അതായത് ആൾ കുറച്ച് ഹെൽത്ത് വൈസ് പ്രശ്നമുണ്ട്, മെഡിസിൻ കഴിക്കുക എന്നുള്ളൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കോൾ ചെയ്യിപ്പിച്ച് വീട്ടിൽ എന്തോ വിളിച്ചിട്ട് ഏഷ്യനെറ്റിനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് ഇങ്ങനെ അധികം സ്ട്രെസ്സുള്ള കാര്യങ്ങൾ കൊടുക്കരുത്, ഫീൽ ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമുക്ക് ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം മോഹൻലാൽ പൂർണ്ണമായിട്ട് ഒരുക്കി കൊടുത്തു. ആർക്കും ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഒണിയിൽ ആൻഡ് മറ്റ് 16 വയസ്സുള്ള പെൺകുട്ടിയില്ലേ പേരുന്നത്, അവർ തമ്മിലുള്ള ഒരു സംഭവം ഹൈലൈറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വീക്കിൽ നടന്ന മേജർ കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്തു. സൈലൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാവരെയും പൊക്കി. ശൈത്യയുടെ കാര്യമൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത്രയൊന്നും ആക്റ്റീവായ പോരാ, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ശൈത്യയോട് പറയുന്നതിനല്ല ശൈത്യ മറുപടി പറയും. ശൈത്യ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഓവറോൾ എപ്പിസോഡ് മോഹൻലാൽ സ്കോർ ചെയ്തു. നമ്മുടെ ലാലേട്ടൻ സ്കോർ ചെയ്തു അല്ലേ. പുള്ളി ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ബിഗ് ബോസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഡു സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു.